ഹൈറ്റ് വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് പള്ളീന്റെ ഭാഗത്തേക്കും അങ്ങോട്ടൊക്കെ ഉള്ള റോഡാണിത്. ഇവിടെ കണ്ടില്ലേ, ഇനി ടാറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ അണ്ടർപാസിന്റെ ഉള്ളിലുള്ള വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. NH66 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തൃശ്ശൂര് വലപ്പാട് ആനവിഴുങ്ങിയറിന ഒരു ഭാഗത്താണ് വന്നിട്ടുള്ളത്. ഈ അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങോട്ട് പോയാൽ ചന്ദ്രാപിന്നി ഭാഗത്തേക്കാണ് പോകാനുള്ളത്. അപ്പം നമ്മൾ അങ്ങോട്ടല്ല പോകുന്നത്, ഇവിടുന്ന് തൃപ്രയാർ ഭാഗത്തേക്കാണ് പോകുന്നത്. ആ ഭാഗത്തേക്കുള്ള വർക്കുകൾ എന്താണെന്നാണ് നമ്മൾ ഇവിടുന്ന് നോക്കുന്നത്. അണ്ടർപാസിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാണാം, അത്യാവശ്യം വലിയൊരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ പഴയ റോഡിന്റെ ഒരു ഭാഗത്തേക്കാണ് ആനവിഴുങ്ങിയറിഞ്ഞ ഒരു ജംഗ്ഷനായി മാറിയിട്ടുണ്ട് ഈ ഭാഗം. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി ഒരു ബൈപ്പാസ് ആണ് ഇവിടുന്ന് വരുന്നത്. തൃപ്രയാർ ഭാഗത്തേക്ക് കാണാം. നമുക്ക് തൃപ്രയാർ ഭാഗത്തേക്ക് സർവീസ് റോഡ് വേറെ ഉണ്ട്, പഴയ റോഡ് ഇവിടെ കാണാം. അപ്പൊ നമുക്ക് തൃപ്രയാർ ഭാഗത്തേക്കാണ് ഇനി പോകുന്നത്. അപ്പൊ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സൊക്കെ ഉള്ളത് കൊണ്ടാണ് ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. കുറച്ച് മുന്നോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്, അടിപൊളിയായിട്ട് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. കാണാം, നമുക്ക് ആ ഭാഗത്തായിരുന്നു നമ്മൾ നേരത്തെ കാണിച്ചത് അണ്ടർപാസ് വരുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ ലൈൻ മാർക്കിംഗ് മാത്രമാണ് ചെയ്യാനുള്ളത്. ഇവിടെ കാണുന്ന ഈ ക്രഷ് ബാരിയറിന് പെയിന്റിങ് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഹൈവേയിലേക്ക് കയറി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രി കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ആനവിഴുങ്ങി പറഞ്ഞ ഭാഗത്തു നിന്ന് കയറി വരാനുള്ള ഒരു ഭാഗത്ത് ഇങ്ങനെ ഒരു എൻട്രി ഉണ്ട്, ഹൈവേയിലേക്ക് കയറി വരാനുള്ള എൻട്രി ഉണ്ട്. ആ ഭാഗത്ത് കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ഈ ഭാഗത്ത് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വീണ്ടും അവിടെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ആ ഭാഗത്തും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അടുത്തടുത്ത് തന്നെ അണ്ടർപാസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്താണ് ഇനി, അവിടെ വരെയാണ് ഇനി ലൈൻ മാർക്കിംഗ് ചെയ്യാനുള്ളത്. നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ബാക്കിയുള്ള കാഴ്ചകൾ എന്താണെന്ന്. അങ്ങോട്ട് ആളുകളോട് ചോദിക്കുമ്പോൾ പറയുന്നത് ആ ഭാഗത്തേക്കൊക്കെ ഫുള്ളായിട്ട് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ സർവീസ് റോഡിന്റെ ഭാഗത്തൂടെയാണ് പോകുന്നത്, എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെയും കാണാം നമുക്ക് ഒരു അണ്ടർപാസിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ അവിടെ നിന്ന് മുകളിൽ നിന്ന് കണ്ട പോലെ തന്നെയാണ് ഇവിടെ താഴെ വർക്കുകളൊക്കെ, ഒരുപാട് വർക്കുകൾ നടക്കാനുണ്ട്. ഈ ഭാഗത്തേക്ക് പറയുന്നത് കുരിശുപള്ളി എന്നാണ്. കുരിശുപള്ളി വരുന്ന ഒരു അണ്ടർപാസ് ആണ്. ഇവിടെ ഹൈറ്റ് വളരെ കുറവായിട്ട് തോന്നുന്നുണ്ട്. ഇതാണ് പള്ളീൻ്റെ ഭാഗത്തേക്കും അങ്ങോട്ടൊക്കെ ഉള്ള റോഡാണിത്. ഇവിടെ കണ്ടില്ലേ, ഇനി ടാറിംഗ് ഒക്കെ ചെയ്യാനുണ്ട്. സർവീസ് റോഡിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിന്റെ അണ്ടർപാസിന്റെ ഉള്ളിലുള്ള വർക്കുകളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ പെയിന്റിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് കോട്ട് വൈറ്റ് പെയിന്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, റോഡ് ക്ലോസ്ഡ് എന്ന്. അങ്ങോട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ ആയിരിക്കാം. ഇങ്ങനെയാണ് ഇവിടെയുള്ള ഈ അണ്ടർപാസ്. ഒരു ഹൈറ്റ് കുറവാണ്, വളരെ ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഉൾപ്രദേശത്തേക്കൊക്കെ പോകുന്ന ഒരു ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. കുരിശുപള്ളി അണ്ടർപാസ് കഴിഞ്ഞ് ഒരു 100 മീറ്റർ കടന്നു വരുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഭാഗമാണ് കാണുന്നത്. ഈ ഭാഗത്തൊക്കെ കുറേ സ്ലാബുകൾ ഇവിടെ കൂട്ടിയിട്ടാണ് കാണുന്നത്. ഇവിടെ തന്നെ കുറേ ഭാഗത്ത് ഇനിയും ക്രഷ് ബാരിയറിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാണ്ട്. ഇവിടെ അധികം ഇപ്പോൾ ആളുകൾ വണ്ടിയൊക്കെ പഠിക്കുന്ന ഒരു സ്പോട്ടായി മാറിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇനി ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ചെയ്യാനുണ്ട്, പെയിൻറ്റിങ്, ലൈൻ മാർക്കിങ്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. ഇവിടെ സ്ലാബുകളൊക്കെ ഇവർ കൂട്ടി വെച്ചാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് എടുത്തു മാറ്റാനുണ്ട്, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്.
പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ചതുപ്പായ ഒരു സ്ഥലമാണ്. ഇവിടെയൊക്കെ മണ്ണിട്ട് പൊക്കിയൊക്കെ നല്ല രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ തെങ്ങുകളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തൊക്കെ വെള്ളക്കെട്ടുകളുള്ള ഒരു ഏരിയയും കൂടെയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. അവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ റീച്ചിൽ വരുന്നത് ഏകദേശം 7 ബൈപ്പാസുകളാണ്. അതിൽപ്പെട്ട ഒന്നാണ് ചാവക്കാട് ബൈപ്പാസ്, വാടാനപ്പള്ളി ബൈപ്പാസ്, തൃപ്രയാർ വലപ്പാട് ബൈപ്പാസ്, ചന്ദ്രാപിന്നി ബൈപ്പാസ്, കയ്പമംഗലം ബൈപ്പാസ്, മതിലകം ബൈപ്പാസ്, കൊടുങ്ങല്ലൂർ ബൈപ്പാസ്. അതിൽ നമ്മൾ ഇപ്പം നിൽക്കുന്നത് തൃപ്രയാർ വലപ്പാട് ബൈപ്പാസിലാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ തൃപ്രയാർ ഭാഗത്തേക്കാണ് പോകുന്നത്, വലപ്പാട് ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്ക് മുന്നോട്ടുള്ള കാഴ്ചകൾ എന്താണെന്ന് നോക്കാം. കണ്ടില്ലേ, വളരെ നല്ല രീതിക്ക് ഇവിടെയൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റും നമുക്ക് അനുയോജ്യമായ രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് റോഡിൻ്റെ ഒരു ഭംഗി പ്രത്യേകം എടുത്തു പറയാൻ ഉണ്ട്. നല്ലൊരു ഭംഗിയിൽ റോഡ് കാണാൻ നമുക്ക് വേറെ ഏതോ രാജ്യങ്ങളിലൊക്കെ ഉള്ള റോഡ് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ അത്രക്കും മനോഹരമായിട്ട് വർക്കുകൾ എല്ലാ ഭാഗത്തും കഴിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ നമുക്ക് കുറച്ച് ഭാഗത്ത് സെൻറ്ററിൽ ക്രാഷ് ബാരിയറിന്റെ വർക്കുകളൊക്കെ ഇനിയും ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ വലപ്പാട് മുതൽ തൃപ്രയാർ നാട്ടിക ഭാഗം വരെയാണ് ഈ ഒരു ബൈപ്പാസ്, ചെറിയൊരു ബൈപ്പാസ് പോലെയാണ്. അപ്പോൾ നാട്ടിക ഭാഗത്തേക്കാണ് ഇത് വന്ന് അവസാനിക്കുന്നത്, തൃപ്രയാർ ടൗണിനെ കട്ട് ചെയ്തിട്ട്. അപ്പോൾ നാട്ടിക ഭാഗത്താണ് നമ്മുടെ ടോൾ പ്ലാസയൊക്കെ വരുന്നത്. അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പം നമുക്ക് ഇവിടുന്ന് ഇനി ടൗൺ ഭാഗങ്ങളിലേക്ക് ഒന്ന് പോവാം. തൃപ്രയാർ ടൗണിൻ്റെ ഭാഗത്തേക്ക് എങ്ങനെയാണ് ആ ഭാഗത്തൊക്കെ വരുന്ന ഭാഗത്തേക്കുള്ള അണ്ടർപാസിൻ്റെ മുകളിലൂടെയാണ് ഇപ്പം നമ്മൾ പോയത്. അങ്ങോട്ട് ഇതാണ് നാട്ടിക ഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു റാമ്പ് പോലെയുള്ള ഒരു ഇറക്കം പോലെയാണ്. ഇവിടെ ചെറിയൊരു രീതിയിൽ അണ്ടർപാസിൻ്റെ മുകളിലൂടെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ, ചെറിയൊരു രീതിയിലൊരു ഇറക്കം ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ ഫുൾ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്, ലൈൻ മാർക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചെറിയ ചെറിയ വർക്ക്, ഫിനിഷിങ് വർക്കുകളാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് നാട്ടിക ഭാഗത്ത് ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് തിരിച്ച് ഈ സർവീസ് റോഡിൻ്റെ ഭാഗത്തു കൂടെ തൃപ്രയാർ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ള എന്താണെന്ന് നോക്കാം. തൃപ്രയാർ അണ്ടർപാസിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. ഇതാണ് തൃപ്രയാർ അണ്ടർപാസ്. അത്യാവശ്യം വലിയൊരു അണ്ടർപാസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇത് ടെമ്പിൾ റോഡും കൂടെയാണ്, തൃപ്രയാർ അമ്പലത്തിലേക്കൊക്കെ പോകുന്ന. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവിടെ വലിയൊരു അണ്ടർപാസാണ് വന്നിട്ടുള്ളത്. ഒരു ഫ്ലൈ ഓവർ എന്ന് തന്നെ പറയാം, ആ രീതിയിലുള്ള ഒരു വലിയ ഒരു അണ്ടർപാസാണ് വന്നിട്ടുള്ളത്. തൃപ്രയാർ ടൗണിലേക്ക് അങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോയാൽ തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. ഇനി താഴെ ഭാഗത്തൊക്കെ ഒരുപാട് വർക്കുകൾ ചെയ്യാനുണ്ട്. അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ തുടക്കമിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ ക്രെയിൻ ഉപയോഗിച്ച് അതിൻ്റെ മുകളിൽ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പൈപ്പ്, മണ്ണെടുക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മുകളിൽ ഫുൾ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കാണാം. പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ. അവിടെയാണ് വർക്കേഴ്സ് അതിൻ്റെ മുകളിൽ ക്ലീനിങ് ആണ് ചെയ്യുന്നത് തോന്നുന്നത്. ഇവിടെ തന്നെയാണ് ഇവർ താമസിക്കുന്നതൊക്കെ. അതിൻ്റെ ഓരോ ഷെഡുകളൊക്കെ ഇവിടെ കാണാം. എനിക്ക് തോന്നുന്നത് ഇതുപോലുള്ള പൈപ്പുകൾ കൊടുക്കാനുള്ള വർക്കാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. വെള്ളം ഒഴുകി പോകാനുള്ള അതിൻ്റെ പൈപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ബായ് സല്യൂട്ട് അടിച്ചാണ്. അവിടെ ഒരു നെറ്റ് ബോൾട്ടിൻ്റെ ഭാഗത്തൊക്കെ ഉള്ള വർക്കുകളാണ് ചെയ്യുന്നത് അറിയാൻ സാധിച്ചത്. അവിടെ നെറ്റ് ബോൾട്ടുകളൊക്കെ ഈ ബീം വെച്ചതിന് ശേഷം പിന്നെയും അത് തള്ളിപ്പോയതും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുകയാണ്. അങ്ങനെയുള്ള വർക്കാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ചെറിയ വീഡിയോകളായിട്ടാണ് ഇനി ഞാൻ വ്ലോഗ് ചെയ്യുന്നത്. അപ്പോൾ വലിയ വീഡിയോ ആയതുകൊണ്ട് ആളുകളൊന്നും കാണുന്നില്ല. അപ്പം നിങ്ങൾ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ടൗണിൻ്റെ ഭാഗത്തൂടെ ബസ് സ്റ്റാൻഡൊക്കെ കഴിഞ്ഞ് നമുക്ക് നാട്ടിക ഭാഗത്തേക്കൊന്ന് പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവസാനിപ്പിക്കാം. ഇതാണ് തൃപ്രയാർ ക്ഷേത്രത്തിൻ്റെ കവാടം ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴിയൊക്കെ വന്നവർക്ക് അറിയാം, ഇങ്ങനെ ഒരു കവാടമൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലെ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ബസ് സ്റ്റാൻഡിൻ്റെ ഫ്രണ്ടിലൂടെ അങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. വലപ്പാട് ഭാഗത്തുനിന്ന് വന്ന് ഇവിടെ നിന്ന് നമ്മൾ നേരെ തൃപ്രയാർ ടൗണിൻ്റെ ഭാഗത്തേക്ക് പോയി. ഇപ്പോൾ ഇതാണ് നാട്ടിക ഭാഗം. ഇവിടെയൊക്കെ ഇങ്ങനെയാണ്, ഇവിടം വരെയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനി വർക്കുകൾ കാണിക്കാനുള്ളത്. അത് അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.